ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചി നല്ല അടിപൊളിയായിട്ട് ചോർത്തിട്ടുണ്ട്. അതിന് ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യണേ. ആനെ പിന്നെ അതാ ഞങ്ങളിത് മുട്ടക്കുന്നാണെന്ന് വിചാരിക്കേണ്ട, അത് ഞങ്ങളുടെയുള്ള പറമ്പ് തന്നെയാണ്. ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ അതാ ഷൂട്ടിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തിൻ്റെ ഒരു ഷൂട്ടിങ്ങാണ്, ചിലപ്പോൾ എന്തെങ്കിലും ബ്രൈഡിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവിടെ ഷൂട്ടിങ് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോകുന്നു. എൻ്റെ കൂടെ താത്തൻ്റെ തതല കുട്ടിയുണ്ട്, ഹസ്ബൻഡ്. അവനിക്ക് കല്യാണ വർക്കുണ്ട്, അപ്പോൾ അത് അടിക്കണം, അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ ഗൈസ്, നമ്മളെ ഒഴിഞ്ഞ പറമ്പ് ഇത് വേറെ ഭാഗമാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് പോണ ഭാഗമല്ല. പിന്നെ അതാ ഇത് ഞാവൽക്കാടാണ്, നിറച്ച് ഞാവലാട്ടോ. ഞാവലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ പിന്നെ ഇതണ്ടാ, ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഉണ്ണിമുഖത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ, മറ്റേത് ഏതാണെന്ന് പറയുക, വിക്രമാദിത്യ സിനിമയില്ലേ, അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇതാ പിന്നെ ഇവിടെ വെച്ചിട്ട് സിനിമകളും വേറെ സിനിമ എന്തൊക്കെയൊക്കെ നടന്നിട്ടുണ്ട്, ആൽബം ഒക്കെ വെച്ച് നടക്കാറുണ്ട്. അങ്ങനെതാ പറമ്പിൽ കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുത്തനെ കാണുന്ന സ്റ്റെപ്പുകളില്ലേ, ഇത് ഇറങ്ങി സ്റ്റെപ്പല്ല, അങ്ങനെ പരത്തി ഉണ്ടാക്കിയൊക്കെയാണ്. അതിൻ്റെ അറ്റം വരെ ഒരുപാട് ഇറങ്ങി പോകട്ടെ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതാ പാടത്താണ് എത്തുക. നേരെ കാണുന്ന ഫ്ലാറ്റ് കണ്ട, അത് ഫ്ലാറ്റല്ല, അത് മൈദ കമ്പനിയാണ്, നമ്മളെ മഞ്ചാടിക്കുള്ള മൈദ കമ്പനിയാണ് കേട്ടോ. അതിനതാ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നേരെ റെയിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് KKB ബസ്സിൽ നേരെ പോവാം. മറ്റേത് പള്ളിപ്പടിക്ക കൂടെ പോവുകയാണെങ്കിൽ ഞാൻ പള്ളിപ്പടിക്ക ചെന്ന് കുറ്റിപ്പുറം ബസ്സിൽ കയറി പിന്നെ കുറ്റിപ്പുറം ചെന്ന് അവിടുന്ന് KKBയിലേക്ക് പോകണം. അങ്ങനെ പോകണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. വേഗം ചെന്ന് റോഡ് മുറിഞ്ഞ് കടന്നാൽ ബസ് കിട്ടും. അതിനതാ ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അർജൻറ്റായിട്ട് അടച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഇവരെ പോക്കിത്തരം കൊണ്ടിട്ട്. അപ്പോൾ ഇതാ പിറ്റേ ദിവസമാണ്. എനിക്ക് അർജൻറ്റായിട്ട് കൊടുക്കാനുള്ള കല്യാണ വർക്ക് ഇതാണ്. ഞാൻ വരുമ്പോൾ കടയിൽ നിന്ന് എൻ്റെ മെഷീനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് 2 ബ്രൈഡിൻ്റെ ഗൗൺ അടിക്കാനുള്ളതാണ്. നല്ല രസമല്ലേ, ലാവണ്ടർ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാ എന്താ പറയുക, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെ അതൊക്കെയാണ്. പിന്നെ ഇന്നിവിടെ വെറുകേര നേരാക്കലാണ് കേട്ടോ. ഞാൻ പിന്നെ അതിനൊന്നും പോയിട്ടില്ല, എനിക്ക് തയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് സഹായത്തിന് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉച്ചയുടെ നേരമായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്ന്. അപ്പോൾ അതാ വെറുകേരയിൽ നിന്ന് എല്ലാ സാധനങ്ങളും പുറത്ത് കിട്ടുന്നുണ്ട്, നേരാക്കുകയാണ്. അപ്പോൾ അതാ ഗൈസ്, ഞാൻ അടുത്ത കല്യാണ വർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കല്യാണ വർക്ക് കഴിഞ്ഞ് പിന്നെ ഒരു കല്യാണ വർക്കിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് അർജൻറ്റായിട്ടാണ് ഇത് വന്നത് കേട്ടോ. ഇത് 4 ആൾക്ക് ഗൗണാണ്. ഗൗണ് അതായത് 2 ആൾക്ക് ഈ കളറും, ഇത് പീക്കോക്കിൻ്റെ ഒരു കളർ വരും. പിന്നെ ഇതാ റോസ് ഇതൊക്കെ ഞാൻ 2 ആൾക്ക് ഈ കളറും കേട്ടോ. പിന്നെ ഒരു കുട്ടിക്കൊരു ഫ്രോക്കുണ്ട്. അങ്ങനെ 5 ഡ്രസ് കോഡാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, എൻ്റെ ഉമ്മക്ക് തന്നത് കൊടുത്ത് തന്നാട്ടോ. നല്ല എന്താണ് മൂവാണ്ട കറുമുറ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഗൗണ് വരുന്നത്. നല്ല രസമല്ലേ, പീക്കോക്കും പിന്നെ ഡാർക്ക് റോസ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുൾ സ്ലീവിലാണ് അവർ തയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു കുട്ടി ഫ്രോക്കാണ്. കുട്ടി ഫ്രോക്കിൻ്റെ 2 സ്ലീവും കൊടുത്തിട്ടുണ്ട്. ചെറിയ പഫാണ് കേട്ടോ കൊടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീക്കോക്കിന് സിൽവറിൻ്റെ ലേസെറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ റോസിന് ഗോൾഡൻ ലേസെറ്റാണ് ഡിസൈൻ ചെയ്തത്. ഇതൊക്കെ അവർ തന്നെ കേട്ടോ, അവർ പറഞ്ഞതന്നെ ഇങ്ങനെ വേണമെന്ന്. പിന്നെ നല്ല ഡീപ്പ് വീനക്കിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പറ്റുകയാണെങ്കിൽ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം. പിന്നെ അത് താഴെ ഭാഗത്തേക്ക് അംബ്രല കട്ടിങ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അവർ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതാ രാത്രി 2:30 ആയി. എനിക്ക് നാളെ 7ടെ ബസ്സിന് പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ട്. ഇത് കണ്ടോ, ഞാനിപ്പോൾ അതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഇനി കിടക്കണമെങ്കിൽ. പിന്നെ അതാ ഇവിടെയൊക്കെ മെസ്സേജ് കിടക്കുകയാണ്. ഞാൻ ഇതൊക്കെ നേരാക്കി വേണം ഏകദേശം എന്തായാലും 3 മണിയാവും ഇനിയിപ്പോൾ ഞാൻ കിടക്കണമെങ്കിൽ. അങ്ങനെ പിന്നെന്താ ഞാൻ പിന്നെ ഇതാ ഓരോരുത്തർക്കുള്ള പേരും ഞാൻ അതിന്മേൽ ലേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇനി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ്, നല്ല വെയിലുണ്ടല്ലേ ഗൈസ്. എന്താ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തോ പിടിച്ചോ വെച്ചിട്ട് ഞാൻ എൻ്റെ കല്യാണ വർക്ക് 2 കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അതിൽ 2 കൊണ്ടുകൊടുത്ത്. അപ്പോൾ ഹൈറ്റ് വന്നിട്ട് ഞാൻ കടയിലേക്ക് പോയതാണ്. പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, ഞാൻ 7ടെ ബസ്സിനാണ് പോയത്. പിന്നെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അപ്പോൾ അതാ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ കൂട്ടത്തിൽ കുട്ടികൾക്ക് ഞാൻ ലൈസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് തയ്ക്കാനുള്ളതാണ്.
തയ്ക്കാനുള്ളത് ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് തയ്ക്കണേ. അപ്പം ഇനി ഇത് അടുത്ത കല്യാണം വർക്കിൻ്റെയാണ്. ഇത് 23-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇതാ ഞങ്ങൾ ഇതൊക്കെ എടുത്തു. ബിങ്കോൻ്റെ ടൊമാറ്റോ ചിപ്സാണ്. എരിവുള്ളതാണ് കേട്ടോ. എരിവുള്ളതായതുകൊണ്ട് ഞാൻ എത്രത്തോളം കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ അനിയന് കിട്ടിയതാണ്. ഇതിൽ ആദ്യം കിട്ടിയ ട്രോഫിൻ്റെതാണ് കേട്ടോ. അതിവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10-20 വർഷം മുന്നെയാണ്. ഇത് ആ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലാണ് കാണാനുണ്ടോയെന്ന് അറിയില്ല. ഒരു കഥകളിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എൻ്റെ അനിയനിക്ക് കിട്ടിയ കേട്ടോ. പിന്നെ എന്താ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കറണ്ടില്ലേ ഗൈസ്, ചതിച്ചു. ഇനി കല്യാണപ്പണി അടിക്കണം, നോക്കട്ടെ. കറണ്ട് രാവിലെ പോയതാണ്. അപ്പോൾ അതാ ഞങ്ങൾ എന്താ പറയുക ലേസൊക്കെ തിന്നൽ കഴിഞ്ഞ് പിന്നെ ഇനി ഇതാട്ടോ മാങ്ങ മുറി ചെഞ്ച മൂവാണ്ട മാങ്ങയാണ്. പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടോ. അസ്മിക്കുട്ടി ഉണ്ട്. അസ്മിക്കുട്ടി കാണിച്ചു കൊടുക്ക്. അസ്മിക്കുട്ടി ഇതാ. പിന്നെ താരാ റിച്ചു ആ. പിന്നെ സനി അവിടെ ഫോണിലാണ്. പിന്നെ ഞങ്ങൾക്ക് മുറിക്കുക കേട്ടോ. ഓ ഇതുണ്ട് ഗൈസ്, ഉപ്പും മുളകൊക്കെ ഉണ്ട്. ഇത് കാണിച്ചു കൊടുക്ക്. ആ ഇതാ ഗൈസ് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ. അപ്പം എന്നാൽ ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കാതെ വെച്ചിട്ടാണ്. ഇതിൽ ഇരിടട്ടെ. മുളക് ഇത്ര മതി കുട്ടികൾക്ക് കൊടുക്കാനുള്ളല്ലേ, അതുകൊണ്ട് ഒരു നുള്ളാണ് കേട്ടോ. നുള്ളു ഉപ്പ് ആദ്യം ഉപ്പും മുളകും അടിപൊളി രസമുണ്ടോ? ഉപ്പാണ്. അപ്പോൾ ഗൈസ് ഞാനിതാ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ ടോപ്പും സ്കേർട്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ എൻ്റെ ഹെൽപ്പറാണ്. ഹെൽപ്പർ എന്ന് വെച്ചാൽ ഇതാ നേരത്തിന് കഴിക്കാൻ മാങ്ങ, പിന്നെ ഇതാ വെള്ളം ഇതൊക്കെ കൊണ്ടുവരുന്ന ആളുകളാട്ടോ. പിന്നെ വേറെ ഉള്ളവരുണ്ട്, ഉമ്മ ഉണ്ട്, താത്താരൊക്കെ ഉണ്ട് സഹായത്തിന്. ഞാൻ ഫുൾ ടൈം മെഷീനിലാണ് അല്ലേ. പിന്നെന്താ പറയാന്, എന്തെങ്കിലും പറയും. പണ്ടാ പഞ്ചാര കുഞ്ചു ഇതാണ് ഞങ്ങളുടെ രാജകുമാരി അല്ലേ. ആ പിന്നെ എനിക്ക് ഇത്രയൊക്കെ നാണുണ്ടോ. അപ്പോൾ ഇതാ നമുക്ക് 22-ാം തീയതി കല്യാണത്തിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലൗസും തയ്ച്ച് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. ഒരു 3 ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടോപ്പ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പഫ് സ്ലീവാണ്. ഞാൻ ഈ സ്ലീവ് ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനെ ഒരു മോഡൽ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഈ ഡിസൈൻ കൊടുക്കാമെന്ന്. പിന്നെ ഒരു മഞ്ഞ സ്കേർട്ടാണ് വന്നത്. മഞ്ഞ കല്യാണത്തിനല്ല, റിസപ്ഷനുള്ളതാണ്. അല്ല കല്യാണത്തിന്, റിസപ്ഷന് വേറെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീഡിയോ അത്രക്കുള്ള ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.